ഇന്നും യേശുവിനോടുകൂടെ യാത്ര തുടരാം എന്ന ശുശ്രൂഷയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ വന്ദനം പറയുകയും ചെയ്യുന്നു. ഓരോ ദിവസവും ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന നന്മകൾ എണ്ണി എണ്ണി ഓർത്ത് സ്തോത്രം ചെയ്താൽ ഒരുപക്ഷെ ഒരു ദിവസത്തിന്റെ 24 മണിക്കൂർ കൊണ്ട് നമുക്ക് തികച്ചെടുക്കാൻ കഴിയില്ല. അത്രത്തോളം ദൈവിക നന്മകൾ അനുഭവിച്ചവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരുമാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ അപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തെ നിരാശപ്പെടുത്തുന്ന ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. മറുപടി കിട്ടാത്ത ചില പ്രാർത്ഥനാ വിഷയങ്ങൾ, ദൈവസന്നിധിയിൽ പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടും കരഞ്ഞിട്ടും നിലവിളിച്ചിട്ടുമൊന്നും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും യാതൊരു മറുപടി ലക്ഷണവും കാണാത്ത ചില വിഷയങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഓർക്കാൻ തുടങ്ങിയാൽ നമുക്ക് പിന്നെ ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർക്കാൻ സമയമുണ്ടാവില്ല. നമ്മൾ തന്നെ ചിന്തിക്കുക, ദൈവം ചെയ്ത നന്മകൾ, അനവധിയായ നന്മകൾ ഓർത്ത് സ്തോത്രം ചെയ്യുന്നതോ അതോ ചെറിയ വിഷയങ്ങൾ, പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതെ ഇരിക്കുന്ന വിഷയങ്ങൾ, അത് നമ്മുടെ ഹൃദയത്തെ വേദനിപ്പിക്കുമ്പോൾ അതോർത്ത് നിരാശപ്പെടുന്നതോ ഏതാണ് നല്ലത്? മിക്കവാറും എല്ലാവർക്കും ഒരു മറുപടി മാത്രമേ കാണുള്ളൂ, അതായത് ദൈവം ചെയ്ത നന്മകൾ ഓർത്ത് സ്തോത്രം ചെയ്യുക എന്നുള്ളത്. ഇന്നും നമുക്ക് യേശുവിനോട് കൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി 103 സങ്കീർത്തനം 1-2 വാക്യങ്ങൾ വായിക്കട്ടെ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ഓർമ്മ വച്ച നാൾ മുതൽ ദൈവം ചെയ്ത നന്മകൾ ഒരുപക്ഷെ നമുക്ക് ഓർത്തെടുക്കാൻ കഴിഞ്ഞു എന്ന് വന്നേക്കാം, അതിന് സമയം കണ്ടെത്താൻ കഴിഞ്ഞു എന്ന് വന്നേക്കാം. അത് നല്ല കാര്യം തന്നെ. എന്നാൽ ദൈവം നമുക്ക് വേണ്ടി നന്മകൾ ആരംഭിച്ചത് എന്നാണ് എന്ന് ഒന്ന് ചിന്തിക്കാൻ തുടങ്ങിയാൽ അപ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ കരുതലും ദൈവത്തിന്റെ സ്നേഹവും ദൈവിക പദ്ധതിയെയും കുറിച്ച് ആഴമായ ബോധ്യമുണ്ടാവുകയും ദൈവത്തെ കൂടുതൽ സ്നേഹിപ്പാനും ദൈവത്തെ സ്തുതിപ്പാനും നമുക്ക് മനസ്സുണ്ടാവുകയും ചെയ്യുകയുള്ളൂ. മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് തിരുവചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുമ്പോൾ തന്നെ ദാവീദ് ഓർത്തെടുക്കുന്ന 1-2 കാര്യങ്ങൾ 139 സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊന്ന് വായിച്ചു കേൾപ്പിക്കട്ടെ. അതിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ. ഭയങ്കരവും അതിശയകരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു, അവ എൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല. ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു. നിർമ്മിക്കപ്പെട്ട നാളുകളിൽ ഒന്നും ഇല്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. നോക്കൂ, ഞാൻ ആദ്യം സൂചിപ്പിച്ചുവല്ലോ, നമുക്ക് ഓർമ്മ വെച്ച നാൾ മുതലുള്ള കാര്യങ്ങൾ ചിലതൊക്കെ നമുക്ക് എടുത്ത് സ്തോത്രം ചെയ്യാൻ അവസരം കിട്ടിയേക്കാം, നമുക്ക് കഴിഞ്ഞു എന്ന് വന്നേക്കാം. എന്നാൽ നമ്മുടെ ജനനത്തിന് മുമ്പ് അമ്മയുടെ ഉദരത്തിൽ നമ്മൾ ഉരുവാകുന്ന ആ പ്രത്യേക സാഹചര്യത്തിൽ ദാവീദ് ഓർമ്മിപ്പിക്കുന്നത്, ഭയങ്കരവും അതിശയകരവുമായി നീ എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഒരുപക്ഷേ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സുന്ദരനെയോ സുന്ദരിയെയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്തോ എനിക്കറിയില്ല. എന്നാൽ അവരോട് ചോദിച്ചു നോക്കൂ, അല്ലെങ്കിൽ അവർക്ക് മനസ്സാക്ഷി ഉണ്ടെങ്കിൽ അവർ പറയട്ടെ, അവരുടെ അമ്മയുടെ ഉദരത്തിൽ അവർ പിണ്ടാകാരമായിരുന്നപ്പോൾ അവർക്ക് ആകൃതി ഇല്ലായിരുന്നു, അവർക്ക് ഏതെങ്കിലും നിലയിലുള്ള ഷേപ്പ് ഇല്ലായിരുന്നു, സൗന്ദര്യം ഉടലെടുത്തിട്ടില്ലായിരുന്നു. എന്നാൽ അപ്പോഴും ദൈവം അവരെ സ്നേഹിച്ചിരുന്നു. ഇന്നും ലോകത്തിൽ പലരുടെയും സ്നേഹം നിങ്ങൾക്ക് സൗന്ദര്യമുള്ളത് കൊണ്ട് മാത്രമാണ്. നിങ്ങളുടെ കഴിവ് നഷ്ടപ്പെടുമ്പോൾ, സൗന്ദര്യം നഷ്ടപ്പെടുമ്പോൾ, ഒരുപക്ഷെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ഇന്ന് നിങ്ങളെ സ്നേഹിക്കുന്നവരിൽ എത്ര പേർ നിങ്ങളോട് കൂടെ ഉണ്ടാകുമെന്ന് ചിന്തിച്ചു നോക്കൂ. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ആരെല്ലാം ഉപേക്ഷിച്ചാലും നിങ്ങളെ ഉപേക്ഷിക്കാത്തവനാ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ആ ദൈവം ചെയ്ത നന്മകൾ ഓർത്ത് സ്തോത്രം ചെയ്തില്ലെങ്കിൽ, നന്ദി കരയറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതം കൊണ്ട് എന്താണ് പ്രയോജനമുള്ളത്? യേശു കർത്താവ് ജീവിച്ചിരുന്ന കാലത്തും ഒരുപക്ഷെ ഇന്നും കുഷ്ഠരോഗി എന്ന് പറഞ്ഞാൽ ആരും അത്ര പെട്ടെന്ന് ഓടി അടുക്കില്ല അവരുടെ അടുക്കൽ. എന്നാൽ നോക്കണേ, യേശുവിൻ്റെ അടുക്കൽ ഒരു കുഷ്ഠരോഗി ചെന്നിട്ട് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയുമെന്ന് പറഞ്ഞ സമയത്ത് നോക്കൂ, യേശു ക്രിസ്തു അവനെ തൊട്ടു, അവനോട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാവുക. അങ്ങനെ അവൻ സൗഖ്യമായി. ആരും തൊടാനില്ലാതിരുന്നപ്പോൾ, ആരും സ്നേഹിക്കാതില്ലാതിരുന്നപ്പോൾ, ആരും കരുതാനും കാണാനും ഇല്ലാതിരുന്നപ്പോൾ, ഒരുപക്ഷെ കണ്ടവർ കാണാത്ത മട്ടിൽ കടന്നുപോയപ്പോൾ യേശു അവനെ കണ്ടിട്ട് കാണാതെ പോയില്ല, അവനെ തൊട്ട് സൗഖ്യമാക്കി. ഈ സന്ദേശം ശ്രവിക്കുന്ന നിങ്ങളോട് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്, ആരെല്ലാം കണ്ടിട്ടും കാണാതെ പോയാലും കണ്ടിട്ട് കാണാതെ പോകുന്ന ദൈവത്തെ അല്ല നിങ്ങൾ സേവിക്കുന്നത്. ആ ദൈവം നിശ്ചയമായിട്ടും എന്നും കൂട്ടിനുണ്ടാവും, കൂടെ ഉണ്ടാവും. ഏത് അവസ്ഥയിലും ഏത് പരിതസ്ഥിതിയിലും കർത്താവ് നിങ്ങളെ കൈവിടില്ല.
നമുക്ക് ദൈവത്തോട് ചേർന്ന് നടക്കാം, നന്ദി കരയറ്റാം, സ്തോത്രം കരയറ്റാം. ദൈവം അതിനായി നമ്മളെ സഹായിക്കട്ടെ. ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഏതു സാഹചര്യത്തിലും ഞങ്ങളോട് കൂടെ ഇരിക്കാമെന്ന് ഉറപ്പ് തന്ന നല്ല ദൈവമേ, ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും അങ്ങയോട് നന്ദി കരയറ്റ് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ, ആമേൻ.